UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേദിയിലെ ഒരു കാഴ്ചയാണ് പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയന്റെ സാന്നിധ്യം. 10 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തിക്ക് ആ കസേര നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ തകർന്ന് നാമാവശേഷമാകുമെന്ന് പ്രചരിപ്പിച്ചവരുണ്ട്. ആ ദൃശ്യത്തിലോട്ട് നോക്കിയേ, എന്തെങ്കിലും ഒരു നിരാശ ആ മുഖത്ത് പ്രകടമാകുന്നുണ്ടോ എന്ന്. അതും പോരാഞ്ഞിട്ട് പിണറായി വിജയൻ എന്ന വ്യക്തി ആ വേദിയിൽ വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തോട് പെരുമാറുന്ന രീതി കണ്ടു. പുറത്ത് അവർ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി പറഞ്ഞ വാചകങ്ങൾക്കപ്പുറം പിണറായി എന്ന വ്യക്തിയെ അവർക്ക് എത്രത്തോളം ആദരവുണ്ടെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. Hello check, hello check, hello check. Hello check, hello check, hello check, hello check. ഗവർണർ തിരിച്ചു പ്ലീസ് 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 ഇവിടെ 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 അല്ല ഇവിടെ ചെയ്യരുത്, ഇവിടെ നിങ്ങൾ കയറി വരരുത്, ഈ വേദിയിലേക്ക് കയറി വരരുത് ആരും. നിങ്ങൾ ദയവായി പ്ലീസ് ദയവായി. ഈ ദൃശ്യത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. കഴിഞ്ഞ പിണറായി സർക്കാർ 2021 അധികാരത്തിലേറുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷം ആ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. തുടർച്ചയായി തോറ്റതിന് ശേഷം സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് കൊറോണ കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ചുപേരെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത്. പക്ഷേ ആ വേദി അന്ന് ബഹിഷ്കരിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആ കാലം കഴിഞ്ഞു. 2026 UDF സർക്കാരിനെ വീണ്ടും ജനം അധികാരത്തിലേറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച, സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച, അധികാരം കയ്യിലൊതുക്കാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ പരമാവധി പരിഹസിക്കേണ്ടതുണ്ട്, ആക്ഷേപിക്കേണ്ടതുണ്ട് എന്നതിലേ അത് സകല പരിധി വിട്ട് ചെയ്തവരോട് തിരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അമർഷമോ നീരസമോ കാട്ടിയോ? അല്ലെങ്കിൽ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ചിരിക്കാത്ത ധാർഷ്ട്യക്കാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹം കസേര നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇത് ബഹിഷ്കരിച്ചോ? ഇല്ലല്ലോ. ആ ചടങ്ങിൽ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാന്യമായി പങ്കെടുത്തു, അതിനുശേഷം മടങ്ങിപ്പോയി. അവിടെയാണ് വ്യക്തിയുടെ ഗുണം മനസ്സിലാക്കേണ്ടത്. ഇന്നലകളിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പലതും ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിരുന്നവർ ഇന്ന് ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അവിടെ ബഹിഷ്കരണമല്ല, നിങ്ങളോട് സഹകരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കൃത്യമായ സന്ദേശം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ ഈ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. അതാണ് രാഷ്ട്രീയ മാന്യത. ആ മാന്യത തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റതുകൊണ്ട് അതിൻ്റെ നീരസ പ്രകടനമൊന്നും കാട്ടേണ്ടതില്ല. രാഷ്ട്രീയത്തിൽ കാട്ടേണ്ട മാന്യതയും മര്യാദയും എന്താണോ അത് കാണിക്കേണ്ട വേദിയിൽ കാണിക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ ഉദാഹരണം കൂടിയാണ്.